ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ, ഈ ചടങ്ങുകളെ കുറിച്ച് വിശദീകരിക്കാം. മാർപ്പാപ്പയുടെ പ്രസംഗമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ കർദിനാൾമാരെ വഴിക്കുന്നതിന് തൊട്ടു മുൻപേയുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രദക്ഷിണമായിട്ട് പുതിയ കർദിനാൾമാര് 21 പേരും എത്തി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസിലിക്കയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. ഏതാണ്ട് 60,000-ഓളം ആളുകൾക്ക് നിൽക്കാം, 20,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ബസിലിക്ക, മനോഹരമായിട്ടുള്ള പേപ്പൽ ബസിലിക്ക. അവിടെയാണ് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാപ്പ അധികം താമസിക്കാതെ തന്നെ 21 കർദിനാൾമാരെയും പേര് ചൊല്ലി വിളിച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് അവർ ഉയർത്തും. അതിന് മുന്നോടിയായിട്ടുള്ള സന്ദേശമാണ് പാപ്പ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ മർക്കോസിന്റെ സുവിശേഷം വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം വായിച്ച് സബദി പുത്രന്മാരുടെ അഭ്യർത്ഥന ബൈബിളിലെ ഒരു ഭാഗമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഈശോ ഒരു വാക്ക് പറയുന്നുണ്ട്, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് തീരാനുമാണ് ഞങ്ങൾ വന്നുള്ള ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ പ്രസംഗം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള പൂവക്കാട്ടു പിതാവ്, അദ്ദേഹം ഏറ്റവും മുന്നിലത്തെ നിരയിൽ തന്നെ ഏറ്റവും അറ്റത്തായിട്ട് കറുത്ത ലോബയൊക്കെ ധരിച്ച് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് മാത്രം ചില പ്രത്യേകതകളുണ്ട്. കാരണം അദ്ദേഹം സീറോ മലബാർ സഭയാണ് പ്രതിനിധീകരിക്കുന്നത്, പൗരസ്ത്യ സഭയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ചുമല വസ്ത്രധാരികളായിട്ടുള്ള കർദിനാൾമാരിൽ നിന്നും വ്യത്യസ്തമായ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അങ്ങേയറ്റത്തായിട്ട് പൂവക്കാട്ട് പിതാവ് ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ തൊപ്പിയും വ്യത്യസ്തമായിരിക്കുമെന്നാണ് കരുതുന്നത്. മാർപ്പാപ്പ ഇവരെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ ആദ്യമായിട്ട് ബെരേത്ത എന്നറിയപ്പെടുന്ന തൊപ്പിയാണ് അവരെ ധരിപ്പിക്കുന്നത്. പിന്നീട് അവരെ മോതിരം ധരിപ്പിക്കും. പിന്നെ അവരുടെ ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് കർദിനാൾ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പുതിയ നമ്മുടെ കർദിനാൾ അദ്ദേഹം മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് കറുത്ത ഒരു തൊപ്പിയായിരിക്കും സ്വീകരിക്കുക എന്ന്. ഈ കർദിനാൾ പദവി സഭയിലെ രാജകുമാരന്മാർ എന്ന് പലയിടത്തും അങ്ങനെ ആ പ്രയോഗം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാർപ്പാപ്പ കഴിഞ്ഞാൽ പൗരോഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ എത്തപ്പെടുക, ഒരു അങ്ങനെ പരിഗണിക്കപ്പെടുന്നതിന് ഇപ്പോൾ സഭയിലെ ഏത് വിശ്വാസിയെയും ഈ മാർപ്പാപ്പയായി ഉൾപ്പെടെ പരിഗണിക്കാൻ കഴിയും എന്ന നിലയിലാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രതീക്ഷയാണ് പൂവക്കാട്ടിൽ പിതാവ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അങ്ങനെ ഉയർത്തപ്പെടുന്നു, സ്ഥാനാരോഹണത്തിലേക്ക് വരുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ട ഒന്നായിരുന്നു? അതോ നമ്മുടെ സഭയെ സംബന്ധിച്ച് ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു? അറിയാം, അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിൽ 2006 തൊട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എംബസിയിൽ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വത്തിക്കാന്റെ എംബസിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും പ്രൊമോഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം സെക്രട്ടറി ആയിരുന്നു, പിന്നെ കൗൺസിലറായി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അംബാസിഡർ ആകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ അംബാസിഡേഴ്സും സാധാരണ ആർച്ച് ബിഷപ്പുമാരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴാണ് അംബാസിഡർമാരാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 51 വയസ്സായി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഞങ്ങളൊക്കെ അദ്ദേഹം അധികം താമസിക്കാതെ തന്നെ ഒരു ആർച്ച് ബിഷപ്പ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ നേരിട്ട് ഒരു കർദിനാളായിട്ട് ഉയർത്തുകയാണ്. സാധാരണഗതിയിൽ മെത്രാന്മാരാണ് കർദിനാൾമാരാകുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വൈദികനായിരിക്കെ തന്നെ അദ്ദേഹത്തെ കർദിനാളാക്കുകയാണ്. അത് ഒരു വളരെ റയർ ആയിട്ടുള്ള കേസാണ്. ഒരു പക്ഷെ ആദ്യത്തെ ഇന്ത്യക്കാരൻ അങ്ങനെ കർദിനാളാകുന്ന ആദ്യത്തെ ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. ഈ പൂവക്കാട്ടിൽ പിതാവിന്റെ ഇനിയുള്ള പ്രവർത്തന മേഖല അതും അവിടെ തന്നെ ആയിരിക്കും, വത്തിക്കാൻ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും. കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചുമതലകൾക്കുള്ള സാധ്യതകളുണ്ടോ? അക്കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ 51 വയസ്സേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഈ മാർപ്പാപ്പയുടെ വിദേശ യാത്രകളാണ് ക്രമീകരിക്കുന്നത്. വലിയൊരു സ്ഥാനമാണ്. കാരണം പണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം അറിയപ്പെടുന്ന തീർത്ഥാടകനായ മാർപ്പാപ്പ, 100-ൽ കൂടുതൽ രാജ്യങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മാർപ്പാപ്പയുടെ കൂടെ എപ്പോഴും ഒരു കർദിനാള് അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ ഈ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അത് തുടരും. മാർപ്പാപ്പയുടെ വിദേശ യാത്രകളിലൊക്കെ അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യും.
പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വെറും 51 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും 80 വയസ്സ് വരെ വോട്ടവകാശമുണ്ട്. 75 വയസ്സ് വരെ സർവീസ് ഉണ്ട്. അപ്പോൾ ഈ കാലയളവിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഇന്ത്യയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഏഷ്യയുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തും. ഒരുപക്ഷെ ഭാവിയിൽ ഒരു പോപ്പായി തീരുവാനുള്ള തന്നെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം യൂറോപ്പിൽ നിന്ന് മാത്രമേ ഒരു കാലത്ത് മാർപ്പാപ്പ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊക്കെ ഒരു മറുപടി എന്നോണമാണ്, ഒരു വ്യത്യസ്ത നിലയിലാണ് ലാറ്റിൻ അമേരിക്ക, അർജന്റീനയിൽ നിന്നാണ് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ്. ഇനി പറയപ്പെടുന്നത് അടുത്ത പോപ്പ് ആഫ്രിക്കയിൽ നിന്നാകാം, ഏഷ്യയിൽ നിന്നാകാം എന്നൊക്കെയാണ്. പക്ഷേ തൊട്ടടുത്ത പോപ്പ് അല്ല എങ്കിൽ പോലും ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ പദവികൾ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതായത് വലിയ ദൈവാനുഗ്രഹം നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ദൈവാനുഗ്രഹം കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഇനിയും പ്രതീക്ഷിക്കാം. പ്രത്യാശാഭരിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ചടങ്ങാണല്ലേ വത്തിക്കാനിൽ. ഇപ്പോഴത്തെ ചടങ്ങ് കർദിനാൾമാര് വയ്യ എഴുന്നേറ്റ് നിന്നു. മാർപ്പാപ്പയുടെ പ്രസംഗം പൂർത്തിയായി. ഇനി ഉടൻ തന്നെ അദ്ദേഹം ഇവരെ ഉയർത്തുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് അവരിപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക്